തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. വോയിസ് ഓഫ് ലവിൽ കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് 31-ാം സങ്കീർത്തനത്തിന്റെ 19-ാമത്തെ വാക്യവും അതിന്റെ 20-ാമത്തെ വാക്യമാണ്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനരികത്ത് ഒളിപ്പിക്കും. ആമേൻ. നിന്റെ ഭക്തന്മാർക്ക് എന്താ ഈ ഭക്തൻ എന്ന് പറയുമ്പോൾ എന്താ? ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തെ നോക്കി ദൈവത്തിന്റെ വഴികളിൽ നടക്കാൻ കൊതിക്കുന്ന ഒരു ഹൃദയമുള്ള മനുഷ്യരെയാണ് ഈ ഭക്തർ എന്ന് പറയുന്നത്. ആമേൻ. ആമേൻ. അപ്പോൾ അങ്ങനെ ദൈവത്തെ കൂടെ നടക്കാൻ കൊതിക്കുന്ന സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. അപ്പനമ്മമാർ മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പോലെ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ്. ഭക്തന്മാർക്ക് വേണ്ടി മാത്രമല്ല, തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയും. നിങ്ങൾ ദൈവത്തിൻ്റെ ഭക്തനാണോ? നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുന്നവരാണോ? നിങ്ങൾക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണുകെ നീ പ്രവർത്തിക്കുന്ന നിന്റെ നന്മ എത്ര വലിയത്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ കർത്താവിനെ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിൻ്റെ കൂടെ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, മനുഷ്യപുത്രന്മാർ കാണുക ചില വലിയ നന്മകൾ ദൈവം പ്രവർത്തിക്കും. അപ്പൊ ദൈവം സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്, ഈ ഭൂമിയിൽ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്, നാളേക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്, അതോ ഭാഗങ്ങളിൽ കർത്താവ് സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ക്ഷയം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാത്ത അവകാശം. അപ്പം അങ്ങനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ആ നന്മ എത്ര വലുതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അപ്പൻ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടില്ലായിരിക്കാം, അമ്മ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടില്ലായിരിക്കാം, പക്ഷെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് ഭയങ്കര നിക്ഷേപങ്ങൾ, ഭയങ്കര അനുഗ്രഹങ്ങൾ. യെസ്, അത് പ്രാപിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ദൈവഭക്തന്മാരെ, തന്നെ ആശ്രയിക്കുന്നവരെ നന്മകൾ കൊടുക്കുന്നു മാത്രമല്ല, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിക്കും. ചതികളിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, കുരുക്കുകളിൽ നിന്ന് ഒക്കെ ദൈവം വിടുവിക്കും. വിടുവിച്ചിട്ട് വെറുതെ വിടുവോ? ഇല്ല, സാന്നിധ്യത്തിൽ അങ്ങ് മറയ്ക്കും. ഓ, എന്താ ഇടപാടാ! സാന്നിധ്യത്തിൽ അങ്ങ് മറയ്ക്കും. എന്നിട്ടും തീർന്നില്ല, നീ അവരെ വാക്കുകളുടെ വാക്കണത്തിൽ നിന്ന് രക്ഷിച്ച് നിന്റെ കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ആമേൻ.
നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് ഇതെല്ലാം. യെസ്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ സൂക്ഷിക്കുമെന്ന് മാത്രമല്ല, നിങ്ങളെ അവൻ സൗഖ്യമാക്കുകയും ചെയ്യും. ആരൊക്കെയോ ഭയങ്കരമായ രോഗങ്ങളാൽ, പ്രത്യേകിച്ച് ഈ ബാക്ക് പെയിനൊക്കെയായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നതും കാണുന്നു. കർത്താവ് ഈ സമയം അവരെയും സൗഖ്യമാക്കുകയാണ്. നിങ്ങളെ ഒളിപ്പിക്കും, നിങ്ങൾക്ക് വേണ്ടി സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്, സാന്നിധ്യത്തിൽ മറയ്ക്കും. തീർന്നില്ല. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സാന്നിധ്യത്തിൽ മറയ്ക്കുകയും ആമേൻ കൂടാരത്തിൽ ഒളിപ്പിക്കുകയും മാത്രമല്ല, വലിയ കാര്യങ്ങൾ നിങ്ങൾക്കായി അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര സന്തോഷകരമായ അനുഭവം. ഈ ദൈവത്തെ ആരാധിക്കുന്നതിലും പിൻപറ്റുന്നതിലും ഒന്നും നിങ്ങൾ ലജ്ജിതരാകണ്ട. തുടർമാനമായി ആ കർത്താവിൻ്റെ കൂടെ നടക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ, നല്ല പിതാവേ, ഇന്ന് രാവിലെ അങ്ങ് കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യും. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചില നന്മകൾ, ചില നിക്ഷേപങ്ങളെ സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറച്ച് ആ നിക്ഷേപങ്ങളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവേ. യേശുവേ, ഇന്ന് പകൽ സമയത്ത് കർത്താവേ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങളിലേക്ക് പോകുന്നു, അവിടെയെല്ലാം അങ്ങയുടെ സാന്നിധ്യത്തിൽ മറച്ച് കൂടാരത്തിൽ ഒളിപ്പിച്ച് കർത്താവ് വലിയ നിക്ഷേപങ്ങളെ പ്രാപിക്കുവാൻ, ആ ക്ഷയിക്കാത്ത, ആ ഒരു വാട്ടവും മാലിന്യവും കറയും ഒന്നുമില്ലാത്ത ആ വിലയേറിയ നിക്ഷേപത്തെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം, കൃപ പകരണം. എല്ലാവരും അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. മറക്കരുതേ, കർത്താവ് നിങ്ങൾക്കായി സംഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണുക, നന്മ ഒരുക്കിച്ചിട്ടുണ്ട്. ആമേൻ. കൂട്ടുകെട്ടുകളിൽ നിന്ന് വിടുവിക്കും. സാന്നിധ്യത്തിൽ അവൻ നിങ്ങളെ മറയ്ക്കും. അവൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ സ്പെഷ്യലാണ്. അപ്പം ഈ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് ബലപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം അവരെ ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു ദിവസമായിരിക്കണം. സ്തോത്രം. മനുഷ്യൻ്റെ ചില വാക്കുകളിൽ നിന്ന് നീ അവരെ സൂക്ഷിക്കണമേ. അവരുടെ മുമ്പിൽ മൂർച്ചയേറിയ ചില വാക്കുകൾ മനുഷ്യൻ പറയുന്നുണ്ട്. ആ വാക്കുകൾ അടയട്ടെ, അവരെക്കുറിച്ച് നല്ലത് പറയട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ പകൽ ജയകരമായി ദൈവം നിങ്ങളെ നടത്തും. ഈ വചനത്തെ നിങ്ങൾ പങ്കുവെക്കുക. ഗോഡ് ബ്ലസ് യു. ഷലോം.